ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും കേട്ടും കണ്ടും മടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് സിനിമാ മേഖലയിലെ പീഡനം. ഇതിനെക്കുറിച്ച് കേട്ടിപ്പം സത്യം പറഞ്ഞ വാർത്ത കേൾക്കാൻ പോലും തോന്നുന്നില്ല. എന്താണ് ഈ പീഡനം? നമ്മൾ ഒരിക്കലും കൊച്ചു കുട്ടികളെയാണ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ, വിശ്വസിക്കാം. ഈ പ്രായമായ പെൺകുട്ടികളെയും സ്ത്രീകളെയൊക്കെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥമുള്ളത്? ഒരു സ്ത്രീക്ക് ജന്മസിദ്ധമായിട്ട് ഒരു കഴിവ് ദൈവം കൊടുത്താണ് ഭൂമിയിലേക്ക് വിടുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമില്ലാത്തതിനെ ചെറുത്ത് നിൽക്കാനും, ഏതെങ്കിലും രീതിയിൽ നമുക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യത്തിൽ ആരെങ്കിലും നമ്മളെ നിർബന്ധിക്കുവാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനുമുള്ള ഒരു സ്വതസിദ്ധമായിട്ടുള്ള ഒരു കഴിവ് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ളിടത്ത് എങ്ങനെ ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്നു? പിന്നെ അത് പീഡനമല്ല, ചൂഷണം. സിനിമാ ലോകത്തെ ചൂഷണം എന്ന് പറയുന്നു. അവസരം കിട്ടാൻ വേണ്ടി, അല്ലെ നമുക്ക് കൂടുതൽ ചാൻസ് കിട്ടാനും കൂടുതൽ പണം കിട്ടാനും പ്രശസ്തി കിട്ടാനും വേണ്ടി ചൂഷണത്തിന് നിന്നു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ചൂഷണം ചെയ്തതെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇതിനകത്ത്. കാരണം ഏതൊരു പെണ്ണിനാണെങ്കിലും അവരെ ചൂഷണം ചെയ്യുന്നത് കണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാനുള്ളൊരു കഴിവുണ്ട്. അതിന് നിന്നു കൊടുക്കാം അവനവന് വേണമെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാം. ഇത് രണ്ടും അവരുടെ ചോയ്സാണ്. ഒരിക്കലും അതിന് ചൂഷണത്തിന് വിധേയയാകാത്ത ഒരു പെണ്ണിനെ ഒരിക്കലും ആര് നിർബന്ധിച്ച് ചൂഷണത്തിന് വിധേയരാക്കില്ല. അഥവാ നിർബന്ധിച്ചാൽ തന്നെ നമ്മുടെ പ്രതിരോധം നമുക്ക് അതിനാണ് ദൈവം കണ്ണുകൊണ്ട്, സംസാരം പോലും വേണ്ട, ഒറ്റ നോട്ടത്തിൽ അകറ്റി നിർത്താൻ പറ്റണം പെണ്ണിന്. ഒരു പുരുഷൻ അനാവശ്യമായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ഒരു പുരുഷനെ നമുക്ക് ഒരു നോട്ടം കൊണ്ട് അകറ്റി നിർത്താൻ പറ്റും. പിന്നെ എന്തിനാണ് ചൂഷണത്തിന് നിന്നു കൊടുക്കുന്നത്? അങ്ങനെ നിന്നു കൊടുത്തിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്നെ ചൂഷണം ചെയ്തു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കഥയുണ്ട്? അതിപ്പോൾ അതിനകത്ത് ശരിക്കുമുള്ള കാര്യം എന്താ? അവസരത്തിന് വേണ്ടി, അല്ലെ കൂടുതൽ പ്രശസ്തിക്ക് വേണ്ടി ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെടുന്ന മാർഗം സ്വീകരിക്കുന്നു. എന്നിട്ട് അതിനെ ചൂഷണം ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിപ്പോൾ ഞാനും ഒരു സ്ത്രീയാണ്, പല മേഖലകളിലൂടെയാണ് നമ്മൾ ഇവിടെ വരെ എത്തുന്നത്. പക്ഷെ ഒരിക്കലും നമുക്ക് ആരും നമ്മുടെ അടുത്ത് ചൂഷണത്തിന് വരിക, അല്ലെ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്ത് കണ്ടാലും എതിർക്കാനുള്ള ഒരു കരുത്തും അത് നേടിത്തന്നെയാണ് ഇന്ന് വരെ മുന്നോട്ട് പോയത്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ പോകേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് എന്താണോ നമുക്ക് കിട്ടേണ്ടത്, നമുക്ക് വിധിച്ചിരിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് അർഹതയുള്ളത്, നമുക്ക് കഴിവുള്ളത്, അത് നമ്മുടെ കയ്യിൽ വന്നിരിക്കും. അതിന് ആർക്കും ചൂഷണത്തിന് വേണ്ടി നിന്ന് കൊടുക്കേണ്ടത് അല്ലെ പീഡനത്തിനിരയാകുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യകതയില്ല ഇവിടെ. നമുക്ക് കിട്ടാനുള്ളത് എന്നാണെങ്കിലും എപ്പോഴാണെങ്കിലും കിട്ടിയിരിക്കും. അതിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. ആരെങ്കിലും ചൂഷണം ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അവരെ ആട്ടിപ്പായിക്കാനുള്ള ഒരു കരുത്ത്, ഒരു തൻ്റെയുടെ ഓരോ സ്ത്രീകളും ആർജിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം താനെ നിന്നു പോകും. അപ്പോൾ ഇത് കൊട്ടിഘോഷിക്കാനും ആഘോഷിക്കാനും ആൾക്കാരുള്ളപ്പോൾ ഇത് പറയാനും ആൾക്കാരുടെ എണ്ണം കൂടും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സൂക്ഷിക്കുക, സ്ത്രീകളെ സൂക്ഷിക്കുക. അതാണ് ഏറ്റവും ആവശ്യമുള്ളത്. നോ പറയേണ്ടത് നോ പറയുക. അങ്ങനെ ചെയ്തു നോക്കിയാൽ ഇവിടെ ഒരു പീഡനവും നടക്കുകയില്ല, ഒരു ചൂഷണവും നടക്കുകയില്ല. അതെല്ലാ സ്ത്രീകളും മനസ്സിലാക്കിയിരിക്കുക. അന്തസ്സായി ജീവിക്കുന്ന, എല്ലാ മേഖലകളിലും നല്ല രീതിയിൽ ജോലി ചെയ്ത് അന്തസ്സോടെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്ക് കൂടി ഇത് ബാധിക്കുന്ന കാര്യമാണ്. അവരുടെ അഭിമാനത്തെ കൂടി ഇത് ചൂഷണം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആക്ഷേപിക്കാതെ സ്ത്രീകൾ എല്ലാവരും അങ്ങനെയാണെന്ന് ആരും ചിന്തിക്കരുത്. നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ചൂഷണത്തിന് നിന്ന് കൊടുക്കാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് എല്ലാവരും പോയാൽ എല്ലാവർക്കും നന്നായിരിക്കും. ആക്ഷേപിക്കാതിരിക്കുക. താങ്ക് യു.